ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ മസാലയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല കുഴിയുന്ന രൂപത്തിൽ തന്നെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. സവാള നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഒന്ന് നല്ല പോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. പൊടികളൊക്കെ നല്ല പോലെ യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂണ് ഇട്ട് കൊടുക്കാം. ഇനി മസാലകൾ എല്ലാ വശത്തേക്കും ആകുന്നത് പോലെ നല്ല പോലെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇടക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കൂനിൽ നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.